വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. കർഷകർക്ക് വായ്പാ ലഭ്യത മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ഇലക്ട്രോണിക് നെഗോഷ്യബിൾ വെയർഹൗസ് രസീതുകൾ, അതായത് ENWR, ഇലക്ട്രോണിക് നെഗോഷ്യബിൾ വെയർഹൗസിംഗ് റെസിപ്റ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിനായി 1000 കോടി വകയിരുത്തൽ കാർഷിക ധനസഹായം പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിടുന്നു. അപ്പോൾ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി പോലത്തെ ഒരു സംഭവമാണിത്. അതായത് NWR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് നെഗോഷ്യബിൾ വെയർഹൗസ് റെസിപ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 1000 കോടി വകയിരുത്തൽ കാർഷിക ധനസഹായത്തിന് വേണ്ടിയിട്ട് പരിവർത്തനം ചെയ്യപ്പെടാൻ ലക്ഷ്യമിടുന്നു എന്നാണ് പറയുന്നത്. ജാവലിൻ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. ഇന്ത്യയും അമേരിക്കയും അടുത്തിടെ തങ്ങളുടെ സൈനിക പങ്കാളിത്തം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജാവലിൻ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലിൻ്റെ പുതിയ സംഭരണത്തിനും സഹനിർമ്മാണത്തിനുമുള്ള പദ്ധതികൾ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തിടെ ആന്ധ്രാപ്രദേശിൽ ഗില്ലൻ ബാരെ സിൻഡ്രോം കേസുകൾ വർദ്ധിച്ചു വരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് സർക്കാർ നടപടി സ്വീകരിച്ചു. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, എന്നാണ് ഗില്ലൻ ബാരെ സിൻഡ്രോം അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് വന്നതെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഉത്തരവിട്ടിട്ടുണ്ട്. ഈ വർഷം ആദ്യം മഹാരാഷ്ട്രയിലും ഗില്ലൻ ബാരെ സിൻഡ്രോം കേസുകൾ വർദ്ധിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പീറ്റ്ലാൻഡുകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകത സമീപകാല പഠനങ്ങൾ എടുത്തു കാണിക്കുന്നു. കാർബൺ സംഭരണത്തിന് ഈ ആവാസ വ്യവസ്ഥകൾ അത്യന്താപേക്ഷിതമാണ്, കൂടാതെ കാലാവസ്ഥാ നിയന്ത്രണത്തിൽ പങ്കുവഹിക്കുന്നു. പീറ്റ്ലാൻഡുകളുടെ പ്രാധാന്യം വെള്ളക്കെട്ടുള്ള സാഹചര്യങ്ങൾ രൂപം കൊള്ളുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥയാണ് ഈ പീറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അവ ജൈവവസ്തുക്കൾ ശേഖരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കണ്ടെത്തി എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കേണ്ട ആവശ്യകത പഠനങ്ങളൊക്കെ എടുത്തു കാണിക്കുന്നു എന്ന് പറയുന്നു. ഹരിയാന സർക്കാരിൻ്റെ വിശാലമായ ആരവലി സഫാരി പാർക്ക് എന്ന നിർദ്ദേശം വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു. ഗുരുഗ്രാമിലും നൂഹിലും 3858 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്കായി മാറുകയാണ് ലക്ഷ്യം. അപ്പോൾ ഹരിയാന സർക്കാരിൻ്റെയാണ് ഈ ഒരു ആരവലി സഫാരി പാർക്ക് എന്ന് പറയുന്നത്. സൗര കൊറോണൽ ദ്വാരങ്ങളെക്കുറിച്ചും അവ ബഹിരാകാശ കാലാവസ്ഥയിലും ഇന്ത്യൻ വേനൽക്കാല മൺസൂണിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും സമീപകാല പഠനങ്ങൾ സുപ്രധാന വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. എക്സ്റേയിലും സൂര്യൻ്റെ തീവ്രമായ അൾട്രാവയലറ്റ് ചിത്രങ്ങളിലും ഇരുണ്ട പ്രദേശങ്ങളായി തിരിച്ചറിയപ്പെടുന്ന കൊറോണൽ ദ്വാരങ്ങളാണിവ. ഗുജറാത്ത് സർക്കാർ അടുത്തിടെ G-Safal സംരംഭം ആരംഭിച്ചു. അപ്പോൾ G-Safal സംരംഭം ഗുജറാത്ത് സർക്കാരാണ്. അതെന്താണ്? സാമ്പത്തിക സ്വയം പര്യാപ്തതയിലും സ്ത്രീ ശാക്തീകരണത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അന്ത്യോദയ കുടുംബങ്ങളെ ഉന്നമിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 10 ജില്ലകളിലായിട്ട് 50,000 കുടുംബങ്ങളെ ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കേരളമാണ്. ജാവലിൻ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. 2025 ഫെബ്രുവരിയിൽ ഉണ്ടായ ഭൂകമ്പക്കൂട്ടം കാരണം ഏത് രാജ്യത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആൻസർ ഗ്രീസാണ്. വാർത്തകളിൽ കണ്ട സൗപർണിക നദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത്? കർണാടക. അപ്പോൾ സൗപർണിക കർണാടക. PM ആശ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്തെന്നാണ് ചോദിക്കുന്നത്? ആൻസറാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യുക? ആദായകരമായ വില ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ PM ആശ പദ്ധതി. ഈ PM ആശ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊരു കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓർക്കുക. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ തന്നെയാണ്. ഡൽഹി ഭരിക്കാൻ രേഖ ഗുപ്ത. അതായത് ഡൽഹിയുടെ പുതിയ CM ആണ് ആര്? രേഖ ഗുപ്ത. പർവേഷ് വർമ്മയാണ് ഉപമുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ ഇന്നാണ്. അപ്പോൾ രേഖ ഗുപ്തയിലൂടെ ഡൽഹിക്ക് 4ാമതും വനിതാ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഇന്നലെ ചേർന്ന BJP നിയമസഭാംഗ കക്ഷി യോഗം രേഖ ഗുപ്തയെ എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയായിട്ടും പർവേഷ് വർമ്മയെ ഉപമുഖ്യമന്ത്രിയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു മന്ത്രിമാരെയൊന്നും ഇവർ തീരുമാനിച്ചില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സാണ്. ഫോബ്സ് പട്ടികയിൽ ഇടം പിടിച്ച ആക്രി ആപ്പ് പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ലുണ്ട്. അപ്പോൾ ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ൽ ഇടം നേടി മലയാളി സ്റ്റാർട്ടപ്പായ ആക്രി ആപ്പ്. അമേരിക്കൻ എംബസിയുടെ നെക്സസ് പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 10 ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലും ഈ ആക്രി ആപ്പ് ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ സുസ്ഥിര മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ആക്രി ആപ്പ് ഇതുവരെ കൈകാര്യം ചെയ്ത 10,000 ടൺ മാലിന്യം പാർപ്പിടങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെ അംഗീകൃത മാലിന്യ നിർമ്മാർജ്ജന സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മരുന്നിനും വാഹനത്തിനും 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ഒരുപാട് നികുതി പരിഷ്കാരങ്ങളും ഒത്തിരി പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മരുന്നിനും വാഹനത്തിനും 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് പറയുന്നു. വാഹന, ഫാർമസ്യൂട്ടിക്കൽ, സെമി കണ്ടക്ടർ മേഖലകളിലും 25% ഇറക്കുമതി തീരുവ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉമേഷ് മികച്ച കളക്ടർ. തൃശ്ശൂർ ജില്ലയാണ് മികച്ച കളക്ടറേറ്റ്. റവന്യൂ പുരസ്കാരങ്ങളാണ് ഇവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന റവന്യൂ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച കളക്ടറായിട്ട് എറണാകുളം ജില്ലയിലെ കളക്ടറായിട്ടുള്ള NS ഉമേഷാണ്. NSK ഉമേഷും മികച്ച കളക്ടറേറ്റായിട്ട് തൃശ്ശൂർ കളക്ടറേറ്റുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്